പ്രമേഹത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നിനെ വണ്ണം കുറയ്ക്കാൻ പറ്റുമെങ്കിൽ എന്ത് സംഭവിക്കാം എന്താ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതായത് GCC രാജ്യങ്ങളിലുള്ള പല ഹോസ്പിറ്റലിലെ എമർജൻസി വാർഡിൽ ഇപ്പോൾ ഒരുപാട് പേര് അഡ്മിറ്റാണ്. എന്തിനാണെന്നറിയാമോ? പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ബ്ലാക്കിലുമൊക്കെ ഇത്തരം മരുന്നുകൾ വാങ്ങിക്കഴിച്ച് വയറിളക്കവും ഛർദിലും തലകറക്കവും അലർജിയും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് അഡ്മിറ്റ് ആവുന്നുണ്ട്. ഇത്തരം മരുന്നുകൾ ഒരുപാട് കാലം ഉപയോഗിക്കുമ്പോൾ അവർക്ക് പാൻക്രിയാസിനും തൈറോയിഡിനൊക്കെ പ്രശ്നം ഉണ്ടാവുകയും ഷുഗർ വല്ലാതെ കുറയും മറ്റൊരുപാട് സൈഡ് എഫക്ട്സും വരുന്നുണ്ട്. ടൈപ്പ് 2 ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹത്തിന് വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഒരു മരുന്നാണ് മൊൻജാരോ അല്ലെങ്കിൽ ഒസെംപാക് എന്ന് പറയുന്ന എലി ലിലി ഉണ്ടാക്കിയ GLP-1 മരുന്നുകൾ. പ്രമേഹത്തിന് പുറമെ ഇതിന് ശരീരത്തിലുള്ള അമിത കൊഴുപ്പിനെയും കൂടെ അലിയിപ്പിക്കാനുള്ളൊരു പ്രത്യേക കഴിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് പലരും തെറ്റായ രീതിയിൽ ഇപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. മനസ്സിലാക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇത്തരം മരുന്നുകളുടെ ഉപയോഗം ഒരു തരത്തിലും വണ്ണം കുറയാത്ത ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ്. അല്ലാതെ 1-2 കിലോ കുറയ്ക്കാനായി ഇത് ഉപയോഗിക്കരുത് എന്ന് കമ്പനി തന്നെ പറയുന്നുണ്ട്. ഇത്തരം മരുന്നുകളുടെ ദുരുപയോഗം മൂലം ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഒരു പ്രവണതയിൽ നിന്നും മാറി നിൽക്കാനായി GCC രാജ്യങ്ങളുടനീളമുള്ള എല്ലാ അത്യാഹിത വിഭാഗത്തിൽ നിന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്.